മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പരാമർശിക്കാതെ CPIM പ്രസ്താവന. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും CPIM പറയുന്നു. അർജുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, വലിയ തരത്തിൽ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന നിലപാട് ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുസ്ലിം സംഘടനകളെല്ലാം പ്രതിഷേധവുമായി അതിനെതിരെ രംഗത്തെത്തി. അതിനിടയിൽ VD സതീശൻ ഇത് പിണറായി വിജയന്റെ PR വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ് ഇപ്പോൾ CPIMന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പേര് അതിൽ പരാമർശിക്കുന്നുമില്ല. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് പ്രസ്താവനയിൽ പറയുന്നത്? സ്വാതി, വെള്ളാപ്പള്ളി പരാമർശത്തെ തള്ളി പറയുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പേര് പറയാതെയുള്ള CPIM കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രസ്താവനയുടെ കാതൽ. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനാണ് പരാമർശം നടത്തിയത്. അത് പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള നേരിട്ടുള്ള വിമർശനമല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും അവതരിപ്പിക്കാം, പക്ഷേ അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിൽ ആവരുതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരും നടത്തരുതെന്ന മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ കൂടിയും വെള്ളാപ്പള്ളി എന്ന പേര് പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കാണുന്നതെന്നും CPIM ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നേരത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജ് കടുത്ത വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയിരുന്നു. നിരുത്തരവാദപരമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് ഉൾപ്പെടെയുള്ള വിമർശനം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാഗത്ത് M സ്വരാജിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് തന്നെ CPIM ഇറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമായി തന്നെ. കാരണം അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണം. SNDP അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. അവർ മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ്. SNDP മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് അവർ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന ഒരു മുന്നറിയിപ്പ് എന്ന തലത്തിലാണ് ഈ പ്രസ്താവനയെ കാണേണ്ടത്. ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളും ആർക്കും അവതരിപ്പിക്കാം, എന്നാൽ അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാവരുതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച അല്ലെങ്കിൽ പറഞ്ഞ ആ വിദ്വേഷ പരാമർശത്തെ CPIM തള്ളി പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേര്, വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെയുള്ള പ്രസ്താവനയാണ് CPIM ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ശരി അർജുൻ, എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഇതെല്ലാം നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPIMന്റെ പ്രസ്താവന കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പേര് അതിൽ പരാമർശിക്കാത്തതിന് ഏത് രീതിയിലാണ് പ്രതിപക്ഷ സംഘടനകൾ, മുസ്ലിം സംഘടനകളൊക്കെ അതിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് അറിയേണ്ടത്. അർജുൻ രാജാണ് ആ വിവരങ്ങൾ നൽകിയത്.